ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ഡോക്ടർ അമർ. എനിക്ക് പടം കണ്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇതിനകത്ത് ഒരു നായകൻ മാത്രമല്ല, ഇതിൻ്റെ VFX അല്ലെങ്കിൽ ആ ഈച്ചയെ ചെയ്ത ആളും അതേപോലെ 3D ചെയ്ത ആളും, ഈ രണ്ട് ടീമും ഇതിനകത്ത് നായകന്മാരാണ്. അല്ലെങ്കിൽ ഈ പടം ഇത്ര വർക്കൗട്ട് ആവില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കറക്റ്റല്ലേ? അപ്പം അനീഷിനും അതേപോലെ 3D ചെയ്ത ടീമിനും എത്ര നന്ദി പറഞ്ഞാലും, പക്ഷെ ഇതൊരു ടീമാണല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ഈ ആളുകളില്ലെങ്കിൽ ഇതൊരിക്കലും ഇത്രയ്ക്കൊരു റീച്ചിലേക്ക് വരില്ല എന്നുള്ളതാണ്. പിന്നെ ഈച്ച വർക്കൗട്ടായി എന്ന് എനിക്ക് ശരിക്കും തോന്നിയത്, ഈച്ച മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ മോൻ ഭയങ്കര കരച്ചില്. അപ്പം ആ ഇമോഷൻസ് ആളുകളിലേക്ക് എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ബാക്കി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 3D ചിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ചെറുപ്പം മുതൽ 3D സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റും. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ദിലീഷ് ചേട്ടൻ നേരത്തെ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞ പോലെ ഇതില് 3D എന്നുള്ള പ്ലാൻ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മള് എന്താ വ്യൂവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു 3D പടത്തിന് വേണ്ടി 3D ആക്കിയതല്ല. ഈച്ച എന്നുള്ള ഈച്ചയുടെ അനിമേറ്റഡ് പോർഷൻസും അല്ലെങ്കിൽ ഈച്ച എന്നുള്ള ക്യാരക്ടർ കുറച്ചും കൂടെ പ്രേക്ഷകരിട്ട് എത്താനും അതൊന്ന് ഇമേഴ്സീവ് ആവാനുമാണ് നമ്മൾ 3D ആക്കിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അതെ അതെ. ഈ ഒരു സംസാരിക്കുന്നുള്ള ഒരു ഈച്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടപ്പോ. പിന്നെ ഈ പറഞ്ഞ ഭയങ്കര അടിപൊളി ടീമാണല്ലോ. ദിലീഷ് ചേട്ടൻ ഡയറക്ട് ചെയ്യുന്നു, ആഷിഖേട്ടൻ കവർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു എന്താ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ പോകും ഈച്ച. പിന്നെ ഉണ്ണിച്ചേച്ചി എനിക്കെപ്പോഴും വോയിസ് ഉണ്ടായിരുന്നു. എനിക്കപ്പോ ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആസ് എ ടീം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്തു. നമുക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പണം കണ്ട് മനസ്സിലാക്കണം. അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. പക്ഷെ ആസ് എ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. അങ്ങനെ ഞാൻ കണ്ടില്ല. അങ്ങനെ കിളിപോയ ഒരു ക്യാരക്ടർ അല്ല, കുറച്ച് ഡ്രീമി ആയിട്ടുള്ളൊരു കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ പറയാ ഒരു കുറച്ച് ലോസ്റ്റ് ആവും. പക്ഷെ എന്നാലും ഒരു ഡ്രീമി ബോയ് ആണ് ബോണി. അങ്ങനെ കിളിപോയി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എനിക്ക്. ഇതിനൊരു ഒറ്റ കേസാണ് സോഷ്യൽ റിലയൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സബ് ടെസ്റ്റ് ആണല്ലോ. അപ്പൊ ആ സബ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഒരു വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പടമല്ല. ഒരു 13+ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. അല്ലാതെ ഇതിൽ നമ്മളൊരു പൂർണ്ണമായും കുട്ടികളുടെ ചിത്രത്തിന് അവകാശവാദമില്ല. അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റുകളും കാര്യങ്ങളും പറയുന്നത് സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു റിഫ്ലക്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഇതിന് വേറെ നമുക്ക് മറ്റൊരു എലമെന്റ് വെച്ചൊരു കേസിലകത്ത് പോകുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ മറ്റുള്ള സബ്പ്ലോട്ടുകൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാധനത്തിലേക്ക് വരുള്ളൂ. നമ്മളിതിന് ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിന് ആളുകൾ വിചാരിക്കുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏരിയ ആണെന്നൊരു ധാരണ പൊതുധാരണയുണ്ട്. അതല്ല, അഡൾട്ടായിട്ടുള്ള ആളുകൾക്കും ഇതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു. അത്തരത്തിലുള്ള കണ്ടന്റുകൾ അവരിലേക്ക് വരണം. അല്ലാതെ ഇതിനൊരു പൂർണ്ണമായ ഒരു ഫാന്റസി സിനിമയായിട്ട് അതിനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും. അത് അങ്ങനെ ഒരു സിനിമയല്ല ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കണ്ടന്റിലേക്ക് പോയത്.
ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഐഡിയ, ഒരു ഷോർട്ട് ഫിലിം ഐഡിയ. അപ്പം ആ ഐഡിയയിൽ, ആ കഥയിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറാണ്. അപ്പം പുള്ളി ഐഡിയ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഹൗസ് ഫ്ലൈ ആയിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റം വാങ്ങിച്ചു. മറ്റേ കാരണം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ഡോട്ടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈച്ച. ഒരുപക്ഷെ ഈച്ച മനുഷ്യനെ പോലെയാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും, മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജനറ്റിക് ക്ലോക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്ക് എപ്പോഴും കാണാവുന്ന, വിസിബിളായിട്ട് കാണാവുന്ന, നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഇൻസ്പെക്റ്റിന് നമ്മൾ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഈച്ചയിലേക്ക് ലാൻഡ് ചെയ്തുള്ളൂ. സൗഹൃദമാണ്. ഒരു പ്രണയം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു തലത്തിലേക്കല്ല അത് അതിൻ്റെ റിലേഷൻ. നമുക്ക് അങ്ങനെ തോന്നും, അതായത് കുറച്ചും കൂടെ ഡെപ്ത് ഫീൽ പോലെ തോന്നും. അത് ക്യാരക്ടറിന്റെ ഇമോഷൻസ് അങ്ങനെയാണ്. ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും ബേസിക്കലി അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. അവർ വേണ്ടുന്ന ഒരു പ്രണയമല്ല. നമുക്ക് തോന്നാം അങ്ങനെ ഒരു ലെയർ ഇല്ലെന്ന് തോന്നാം. പക്ഷെ അതൊരു സൗഹൃദത്തിലേക്ക് നമ്മൾ മാത്രം ആലോചിച്ചാൽ ആ ഒരു ലെയറിൽ തന്നെ നിൽക്കുന്നു. ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരാളുടെ ഫീലിംഗ് മാത്രമേ ഉള്ളൂ ബോണിയിൽ കാണുന്നത്. അതുപോലെയാണ് തിരിച്ചിട്ടുണ്ടാകുന്നത്. കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കഥകളിൽ ഒരു ബോയ് മീറ്റ് ഗേൾ, ഗേൾ മീറ്റ് ബോയ് തുടങ്ങിയ കഥകളാണ് കാണുന്നത്. ഇതൊരു ബോയ് മീറ്റ് ഫ്ലൈ എന്ന് പറയുന്ന ഒരു പുതിയൊരു എലമെന്റ് ഉണ്ട്. അപ്പം അതെന്തായാലും ഒരു പുതിയതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് കാണാം. നമ്മുടെ ഈ 3D ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമുക്ക് യൂസറിംഗ് ടെസ്റ്റുകളുണ്ട്, അങ്ങനെ പല പല ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ക്ലിയർ ആവില്ല. അപ്പം നമ്മളെ വർക്ക് ഫിനിഷ് ആയിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിക്കൊണ്ടിരുന്നത്. അത് ഉദ്ദേശിക്കുന്ന സമയത്തേക്ക് തീരുന്നില്ലായിരുന്നു ആദ്യം കേട്ടാണ്. പിന്നെ ഫൈനലി നമുക്ക് ഏകദേശം ഒരു സമയം നമ്മൾ എത്താണ്. പിന്നെ തിയേറ്റേഴ്സും നമ്മളൊരു ഡേറ്റ് ഒക്കെ ഒരു വെക്കേഷൻ ടൈമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മളൊരു 16 ലാൻഡ് ചെയ്തു. ആക്ച്വലി ഉണ്ണിയായാണ് ലവ്ലിയായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. ഉണ്ണിനായുടെ പ്രസൻസിലുണ്ട്. ഉണ്ണിനായുടെ ഫീച്ചേഴ്സും ഉണ്ണിനായുടെ ടോക്കിംഗ് സ്റ്റൈൽസ് ഒക്കെയാണ് നമ്മൾ അതിലൊക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് നമ്മൾ ശിവാംഗി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തിട്ടുള്ളത്. ശിവാംഗി കൃഷ്ണകുമാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വോയിസ് കുറച്ച് ഏജ് വൈസ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആസ് എ ഉണ്ണിനായാണ് നമ്മുടെ റെഫറൻസ് ക്യാരക്ടർ ലവ്ലിയുടെ എല്ലാ ഷോട്ടുകളിലും ഉണ്ണിനായ അഭിനയിച്ച് അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് അത് വെച്ചിട്ടാണ് ലവ്ലി അനിമേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ പറയാൻ അനീഷിനായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് അത് പറയാം. അത് ആക്ടിങ് സത്യം പറഞ്ഞ എല്ലാ ഷോട്ടുകൾക്കും ആക്ടിങ് ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആക്ട് ചെയ്ത ശേഷം അതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിനെ ക്യാരക്ടറിനെ അനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഉണ്ണിമാങ്കു ചെയ്യുന്ന എന്തൊക്കെ ആക്ടിങ് ആണോ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരുന്നത് അതിനെ അതേപടി എടുത്ത ശേഷം അതിലെങ്ങനെ ഈച്ചയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നൊരു പ്രോസസ്സാണ് നടന്നത്. അപ്പം ക്യാരക്ടറായിട്ട് ആദ്യമേ ലവ്ലി എന്നൊരു ഇതിനെ ഇമേജ് വെച്ചത് ഇവരുടെ ഉണ്ണിമാങ്കയുടെ ആക്ടിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ ലവ്ലി. നമ്മളതിനെ 3D കാണുമ്പം അങ്ങനെയാവുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അങ്ങനൊരു വർക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. പുള്ളി ഇടയ്ക്ക് പറയുമായിരുന്നു, അതായത് നിങ്ങൾ ആരെങ്കിലും ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ മുതലാക്കി. ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പൊ ആശികേട്ടൻ എന്നുള്ള ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യണമെന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് ക്യാമറമാനായിട്ട് ആശികേട്ടൻ വന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇവരുടെ ഡൈനാമിക്സ് കാണാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇവര് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ റൈറ്റർ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പൊ ദിലീഷ് ചേട്ടൻ ഡയറക്ടർ റൈറ്ററും ആശികേട്ടൻ ക്യാമറയും ചെയ്യുമ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. പിന്നെ ആശികേട്ടൻ പ്യുവർലി ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പൊ ആശികേട്ടൻ ഒരു ഡയറക്ടറാണ്. ആശികേട്ടൻ വേണമെങ്കിൽ നമുക്ക് സജഷൻസ് തരാം, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഓൾസോ ഇൻവോൾവ് ആവാം. പക്ഷെ ആശികേട്ടൻ പ്യുവർലി ആസ് എ
സിനിമാറ്റോഗ്രാഫറാണ്, എപ്പോഴും ക്യാമറയുടെ ബാക്കിലിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആണ് ഇൻവോൾവ് ആയിരിക്കണം. അപ്പോൾ അതും ഭയങ്കര രസമായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ആഷികേട്ടൻ്റെ ഒപ്പം. അതായത് പല സിനിമകളിലും ഇതിന് മുമ്പുണ്ടായിരുന്ന പല സിനിമകളിലും പുള്ളി ഒരു ക്യാമറമാനിലേക്കുള്ള ഒരു ഡ്രൈവ് ഉണ്ടെന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ വന്നപ്പം അങ്ങനെ ആദ്യമായിട്ടൊരു ക്യാമറ ചെയ്തു. പിന്നെ റൈഫിൾ ക്ലബ്ബിൽ പുള്ളി രണ്ടാമതൊരു സിനിമയായിട്ടും അതിൽ നിന്നും ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു ക്യാമറമാനായി മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതെ 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 നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കുമ്പളങ്ങ ഹൈറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഹോം ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് ലവ്ലി. അപ്പോൾ ഈ ക്രൂവിൻ്റെ ഒപ്പം തന്നെ മാത്യുവിൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റിയിൽ എനിക്ക് നല്ലൊരു കംഫോർട്ടായിരുന്നു. പിന്നെ ആഷിക്കേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഉണ്ടായി, കൂളായിരുന്നു. അപ്പം ഞാനും സെയിം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ സെറ്റിൽ ഇങ്ങനെ എൻ്റെ റോളിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അതായത് ഷൂട്ട് കഴിയാറായി, ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം. അപ്പോൾ ഞാൻ ദിലീഷ് ചേട്ടനോട് ഇങ്ങനെ ഒരു കാറിൽ പോണ വഴി, ചേട്ടാ എൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കുറേ അനാവശ്യ ചോദ്യം ചോദിക്കായിരുന്നു. അപ്പം ദിലീഷ് ചേട്ടൻ പറഞ്ഞ്, നിനക്ക് ആകെ 2 സീനുകൾ അഭിനയിച്ചിട്ട് പെട്ടെന്ന് പോടാ, അത് വെറുതെ ചോദ്യം ചെയ്യും. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു ഷൂട്ടാണ്. അപ്പം ഭയങ്കര ഭാഗ്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അഭിനയിച്ച പറക്കളം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയും തിയേറ്ററുകളിലുണ്ട്. അപ്പോൾ അതേ സമയത്തൊരു മറ്റൊരു സിനിമയും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ. അപ്പം പ്രത്യേകിച്ച് ഒരു 3D സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിനി ഭാവിയിലേക്കൊക്കെ പറയാമല്ലോ നമ്മളൊരു 3D പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന്. അത്രയും ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു ടെക്നിക്കലി ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊരു പടത്തിന്റെ ഭാഗമാവുകയും. ബാക്കി നിങ്ങൾ പറയുന്നതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിഷ്വല് എങ്ങനെ തോന്നി, 3D എഫക്ട്സും സാധനങ്ങൾ എങ്ങനെ തോന്നി എന്നറിയാനും നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ അതാണ്. ശിവാങ്കി ആക്ച്വലി ഇന്നൊരു ലാസ്റ്റ് സ്റ്റേജിലാണ് എത്തുന്നത്. നമ്മൾ തമിഴ് ചെയ്തിരുന്നു, തമിഴ് ഡബ് ചെയ്തിരുന്നു. ആ ഡബ് ചെയ്ത് ശിവാങ്കിയായിരുന്നു. അപ്പോൾ ആ സൗണ്ടിനും ഒരു ഇത്തരത്തിലുള്ള ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ, ഒരു എന്താണ് പറയുന്നത്, ഒരു ഈച്ച പോലെ ഒരു ക്യാരക്ടറിന് ആ സൗണ്ട് സ്യൂട്ടബിൾ ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ മലയാളം ട്രൈ ചെയ്തപ്പം നന്നായി വർക്കാവുന്നുണ്ട്. അപ്പം അങ്ങനെ ശിവാങ്കി ഇന്നത്തേക്ക് ഇന്നതാണ്. ശിവാങ്കി വളരെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, വളരെ സ്മാർട്ടുമാണ്. അപ്പോൾ എന്തായാലും ശിവാങ്കി ആണെങ്കിൽ നമുക്ക് ഭയങ്കര ആഡ് അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. അതെ 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 ശിവാങ്കി വളരെ അത്ര എന്താ പറയുക വൈറലായിട്ടുള്ള ഒരാളാണ്. ഉണ്ടുണ്ട്. അടുത്ത ആഴ്ച ആയിരിക്കുള്ളൂ. അല്ല, എനിക്ക് എക്സൈറ്റിംഗ് ആകുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. അബൌട്ട് ദ സീൻ ആൻഡ് ദ ക്യാരക്ടർ അത്രേ നോക്കുന്നുള്ളൂ സത്യത്തിൽ. ലവ്ലി, ഞാൻ ഭയങ്കര അനിമേഷൻ പടങ്ങൾ കാണുന്ന, എനിക്ക് അനിമേഷനോട് ഭയങ്കര ക്രേസാണ് ആക്ച്വലി. അപ്പോൾ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിച്ച് നോക്കാൻ പറ്റി എന്നുള്ളതിൽ ഗ്രേറ്റ്ഫുള്ളാണ്. കുട്ടി സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അനീഷ് കുട്ടി സാർ. അപ്പോൾ ദിലീപ് എപ്പോഴും പറഞ്ഞിരുന്നത് ലവ്ലിയുടെ ഡാഡിയും മമ്മിയും ഞങ്ങളാണ് എന്നാണ്. അനീഷ് സാറ് ഡാഡിയും ഞാൻ മമ്മിയുമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട്ടിയെ നർച്ചർ ചെയ്ത് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു അനിമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് ടോട്ടലി ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ ലവ്ലി എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സിൽ ഭയങ്കര അധികം ഹെൽപ്ഫുള്ളായി നിന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ സ്ക്രീനിലില്ല, എനിക്കറിയാം ഞാൻ സ്ക്രീനിൽ ഉണ്ടാവില്ല എന്നുള്ളത്,
പക്ഷെ ഞാൻ ഷൂട്ടിൽ മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ആ പ്രോസസ്സിന്. അപ്പോൾ അത് ഭയങ്കര അടുത്ത് നിന്ന് കാണാൻ പറ്റി, കുട്ടി സാറിൻ്റെ കൂടെ തന്നെ അതിൽ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അത് ഷൂട്ട് ചെയ്യുമ്പോഴോ? ആ ഉം. എനിക്ക് ഇതിനെപ്പറ്റി ഒത്തിരി ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പടം ആൾക്കാർ കാണണമല്ലോ. എൻ്റെ ക്യാരക്ടർ ഞാനതിൽ മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട വരുവാണ്. അതും ആ ക്യാരക്ടറും ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും. പക്ഷേ വേറെ വഴിയില്ല. അവർക്ക് അവരുടെ സർവൈവലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിലെത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആവുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ചില വാക്കുകൾ സീക്രട്ടായിട്ടല്ലേ പറയത്തുള്ളൂ, നമ്മൾ ഉറക്കെ പറയില്ലല്ലോ ഇപ്പോഴും. അപ്പോൾ അതൊക്കെ മാറേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ്. ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ VCRൽ അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ദിലീഷ് ചേട്ടൻ്റെ ഇതിന് മുന്നേ ഉള്ള തമാർ പടാർ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ. വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു. ഐ മീൻ നമുക്കിങ്ങനെ മിലിന്ദാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ നമ്മൾ കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ആഷിക്കേട്ടനുണ്ട്, മാത്യു ഉണ്ട്, ടീമുണ്ട്, പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. OTT ഓഡിയൻസ്, തിയേറ്റർ ഓഡിയൻസ് എന്നല്ല, ഒറ്റ ഓഡിയൻസ്. അത് അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ചേർന്ന് ആ ക്യാരക്ടറിൻ്റെ അടുത്തൊരു മീറ്റർ ചിലപ്പോൾ തെറ്റിപ്പോയതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കണം. അത് ഇപ്പോൾ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ആ ക്യാരക്ടറിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. വാട്ടെവർ. അപ്പം അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിൻ്റെ പ്രശ്നമല്ല, അത് നമ്മൾ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ചിലപ്പോൾ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെൻറ്റ് പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. എന്തോ ഇല്ല, അത് അല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തൊരു സാധനത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷമം വരും. പക്ഷെ അത് മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണത് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 1 ഇയർ മുകളിലെടുത്തുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ 3D കൺവേർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു വേറൊരു ടീം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു. കാരണം ഇത്രയധികം ഷോട്ടുകൾ എടുത്ത് കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഒരു വലിയൊരു നല്ല കാലഘട്ടം എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 600-700 ദിവസങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് അതിന്, ടോട്ടൽ പ്രോസസ്സിന്. ഷൂട്ട് ആക്ച്വലി 51 ദിവസം ഉണ്ടായിരുന്നു. ബാക്കി പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ് ആയിരുന്നു വലുത്. ബഡ്ജറ്റ് എന്താണല്ലോ നമ്മുടെ പ്രൊഡ്യൂസർ ഇപ്പം പുള്ളി പറയും. ബഡ്ജറ്റ് വിചാരിച്ച അത്രയൊന്നും വന്നിട്ടില്ല. അത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും അനീഷിൻ്റെയും ഒക്കെ എന്താ പറയണ്ടേ
അവരുടെ കഴിവാണ്. പറഞ്ഞ ബഡ്ജറ്റിനേക്കാളും മുകളിലൊന്നും പോയിട്ടില്ല. പിന്നെ 3D മാത്രമാണ് നമ്മൾ വിചാരിക്കാതെ വന്നത്. കാരണം മാത്യു പറഞ്ഞ പോലെ ഇതൊക്കെ ലേറ്റർ വന്നൊരു മോഡിഫിക്കേഷൻസ് ആണ്. ബഡ്ജറ്റ് എന്തായാലും കുഴപ്പമില്ല, വേർത്താണെന്ന് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആക്ച്വലി ഇതിനകത്ത് എന്ത് തന്നെ വന്നാലും അത് ഇവരുടെ വർക്കിനുള്ള വേർത്തായിട്ടുള്ള എഫക്റ്റ് അതിനകത്ത് കാണുന്നുണ്ട്. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പൈസയിലല്ലല്ലോ കാര്യം. അവൻ മാത്യു ചെയ്ത എഫേർട്ട്, ഇപ്പം നമ്മുടെ അടുത്തൊരു ഈച്ച അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പറഞ്ഞാൽ നമുക്ക് ആ എക്സ്പ്രഷൻ ഇടാൻ പറ്റുമോ? നമ്മൾ അവിടെ നോക്കി ഇവിടെ നോക്കി അവസാനം അത് കോങ്കണ്ണായി പോകും. മാത്യു വളരെ കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു, നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് പുറത്തു വന്നു. ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഡെലിവറി എന്നുള്ള വാക്ക് എൻ്റെ വായിൽ വരും, അതാ പ്രശ്നം എൻ്റെ അകത്ത്. എന്തായാലും ഈ ഡോക്ടറുടെ ഈ ഡെലിവറി സക്സസ് ആയി നമുക്ക് വിശ്വസിക്കാം. അത് സക്സസ് ആയി കുട്ടി നല്ല രീതിയിൽ വളരുമോ എന്നുള്ളത് ഇനി നാട്ടുകാർ നോക്കണം. ഞാൻ ഗൈനക്കോളജിസ്റ്റിന് ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഡെലിവറി ചെയ്ത് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടീനെ തന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം. അങ്ങനെ വന്നാൽ ഞങ്ങളിതിൻ്റെ രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് കൂടി ആലോചിക്കും. ഓക്കെ, ഡോക്ടർ എപ്പോഴും പറയുന്നതാണ്, ഞാൻ അവിടെ സർജറി ചെയ്യട്ടെ എന്നാലും ഇവിടെ ബാറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവേ. അളിയ അങ്ങനെയൊന്നും പറയല്ലേ. അവസാനം അവിടെ കണ്ണൂർ പോകുമ്പോൾ നാട്ടുകാരെന്നെ പഞ്ഞിക്കിടും, ഞാൻ മൊത്തം ബില്ല് കൂട്ടിയിടുകയെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വളരെ തുച്ഛമായ രീതിയിൽ ഡെലിവറി നടത്തി കൊണ്ടുപോകുന്ന ഒരു സാധാരണ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ. ഇതെനിക്കൊരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ. ഞാൻ ആഷിഖ് ഭായ് എന്നോട് പറഞ്ഞേ ഒരു ദിവസം, ഡോക്ടറെ ജയിലിൻ്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു, ആഷിഖേട്ടാ ഇത് അഭിനയിക്കാൻ നിന്നാൽ നാളത്തെ ബാറ്റ് മുടങ്ങും. പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട, അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം, ഡോക്ടർ ധൈര്യമായിട്ട് പോയിട്ട് ഡെലിവറി എടുക്കുക. അപ്പം എന്തായാലും എല്ലാ ടീമിനോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ഞാനൊരിക്കലും ഷൂട്ടിംഗ് സ്ഥലത്ത് എൻ്റെ ഷൂട്ട് ഡേയ്സിനല്ലാതെ ഞാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല, പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടെ. പക്ഷേ വളരെ നല്ല രീതിയിൽ അനാവശ്യമായി ഒരു ചിലവുകളും നടത്താതെ നല്ല രീതിയിൽ അത് ദിലീഷ് ഭായ് എക്സിക്യൂട്ട് ചെയ്തു. കാരണം അങ്ങേര് ഇതിൻ്റെ പ്രൊഡക്ഷൻ പാർട്ടാണല്ലോ. അപ്പോൾ ആ ഒരു വേദന, ഒരു പ്രൊഡ്യൂസർ അപ്പുറത്തുണ്ട്, ശരണ്യ, ദിലീഷിൻ്റെ വൈഫ്. അപ്പം എല്ലാം നന്നായി വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.